ചൈന എല്ലാ രീതിയിലും ഇന്ത്യയോട് അയഞ്ഞു. ഭയങ്കര മുഷ്ടി ചുരുട്ടി ഞങ്ങളത് ചെയ്യും, ഇത് ചെയ്യും. ഇന്ത്യ പിടിച്ചെടുക്കും, ഇന്ത്യയുടെ അതിർത്തി പിടിച്ചെടുക്കും, അരുണാചൽ പിടിച്ചെടുക്കും. ഒന്നുമില്ല. അപ്പം ഇതിൻ്റെ കാര്യം എന്താ പെട്ടെന്ന്? അതായത് മനസ്സിലാക്കുക, ഈ ചൈനീസ് മീഡിയ വളരെ മുമ്പ് തന്നെ പ്രവചിച്ചിരുന്നു ട്രംപ് ആയിരിക്കും അധികാരത്തിൽ വരുന്നത്. ഏകദേശം 7-8 മാസം മുമ്പ്, ട്രംപിൻ്റെ ഇലക്ഷന് മുമ്പ്. അതായത് ഗ്ലോബൽ ടൈംസ് ആണെങ്കിലും മറ്റുള്ള പത്രങ്ങളാണെങ്കിലും ചൈനീസ് ഇൻ്റലിജൻസും വ്യക്തമായിട്ട് പ്രഡിക്റ്റ് ചെയ്തു ട്രംപാണ് അധികാരത്തിൽ വരുന്നത്. ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ട്രംപ് ഈ ചൈനയുമായിട്ട് നല്ല രീതിയിൽ പോവുകയില്ല എന്നും ഇതേപോലെയുള്ള ഏജൻസികൾ തന്നെ ഈ ചൈനീസ് മീഡിയയെ കോട്ട് ചെയ്ത് മറ്റുള്ള വെസ്റ്റേൺ മീഡിയ പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാം, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കോഡുമായിട്ടുള്ള ബന്ധം എന്താണ്, എന്തിനാണ് അമേരിക്ക കോഡ് എന്ന് പറഞ്ഞൊരു സഖ്യം. അതിൽ ഏറ്റവും പ്രയോജനം കിട്ടുന്ന ഇന്ത്യക്ക്. അതായത് ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും ഇന്ത്യയും ചേർന്നുള്ള സംഭവം. ഇതിനെപ്പറ്റി നേരത്തെ ഞാൻ പറഞ്ഞു, ഇനി അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യ ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് ഇവിടെ കൊണ്ടുവരും. അതിന് ഈ പറയുന്ന ഇൻഡോ പസഫിക് റീജിയനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന 2 രാജ്യങ്ങളും ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യുന്നു എല്ലാ രീതിയിലും. എന്താണ് ഈ ചൈനയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രത്യേക പ്രയോജനം തോന്നാൻ? ഒരിക്കലും ചൈനയെന്ന് പറഞ്ഞ രാജ്യത്തെ വിശ്വസിക്കരുത്. കാരണം അവരെന്തൊക്കെ രീതിയിലാണ് ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിച്ച് അവർ മാക്സിമം നോക്കി. പല ഫോറങ്ങളിലും ഇന്ത്യ ഡിമാൻഡ് ചെയ്ത പല ഇൻ്റർനാഷണൽ ടെററിസ്റ്റുകളെ പോലും ആ പല ഇൻ്റർനാഷണൽ ഫോറങ്ങളിൽ ചൈന അവർ ടെററിസ്റ്റ് അല്ല എന്ന് പലയിടത്തും പറഞ്ഞു. കാശ്മീർ ഇഷ്യൂവിന് വേണ്ടി ചൈന പറഞ്ഞു. പലയിടത്തും പല ഇൻ്റർനാഷണൽ ഫോറങ്ങളിലെല്ലാം ഇന്ത്യയെ ഇകഴ്ത്തിക്കെട്ടി താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിച്ചു. നിങ്ങൾക്കറിയാം പിന്നെ മോൾഡീവ്സിൽ എന്താ സംഭവിച്ചതെന്ന്. ഓരോ സംഭവങ്ങൾ എടുക്കുമ്പോൾ ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്തെ, ഇന്ത്യയുടെ അതിർത്തി രാജ്യത്തെ വിശ്വസിക്കാൻ കൊള്ളല്ലേ. പക്ഷെ ഉറപ്പായിട്ടും അവർക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ട്രംപ് വന്നു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ലോകത്തിലെ ഏറ്റവും ഫേവറേറ്റ് നേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ വിട്ട് ട്രംപ് ഒരു കളിക്ക് പോകുന്നില്ല. ഇവിടെയാണ് ചൈന കഴിഞ്ഞ വർഷം ഇന്ത്യയും ചൈന കോവിഡിന് ശേഷം പിന്നെ ടെൻഷനായിരുന്നു. ലഡാക്ക്, ഗാൽവൻ ഇഷ്യൂ. അതായത് ഇന്ത്യയുടെയും ചൈനയുടെയും സർവീസ്, ഫ്ലൈറ്റ് സർവീസ്, ഡയറക്റ്റ് സർവീസ് അത് സസ്പെൻഡ് ചെയ്തു. അത് റിസ്യൂം ചെയ്യാൻ പോവുകയാണ് വെരി സൂൺ. രണ്ടാമത് മാൻസരോവർ യാത്രയുണ്ട്. ചൈനയിലാണ് ഈ സംഭവം. അതായത് നമ്മൾ ഈ പറയുന്ന ഈ ഗാങ്ടോക്ക് വഴി കയറി സിക്കിം വഴിയാണിത് ഈ മാൻസരോവർ യാത്ര എന്ന് പറയുന്നത്. ചൈനയുടെ അകത്തോട്ട് കയറി അങ്ങ് പോകും ബോർഡറിൽ കൂടെ. അത് റിസ്യൂം ചെയ്യാൻ സാധിക്കും. ഒരു ഫേമസ് ടെമ്പിളാണ് ഈ സംഭവം. ഒരു പിൽഗ്രിം ടൂറാണ് ഈ സംഭവം. വെരി എക്സ്പെൻസീവ്. അപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ മറ്റൊരു സംഭവം, മറ്റുള്ള മീഡിയകളിൽ വരുന്നൊരു റിപ്പോർട്ടെന്ന് പറയുന്നത്, അതായത് ചൈനയിൽ ഇപ്പോൾ ഇന്ത്യക്കാരൻ ഇപ്പോൾ പലയിടത്ത് രാജ്യത്ത് പോകുന്നു, വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് ചൈനീസ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നവർക്ക് അവിടെ ചൈനയിൽ ഇറങ്ങിയിട്ട് 10-20 ദിവസം ചൈനയിൽ താമസിക്കാം. കാരണം ചൈനയ്ക്ക് മനസ്സിലായി ഇന്ത്യൻസ് ശരിക്കും ഈ ടൂറിസം ആ സെക്ടറിൽ സ്പെൻഡ് ചെയ്യുന്നവർ. കാരണം ചൈനീസ് എക്കോണമി അതിനെ ബാധിച്ചിട്ടുണ്ട്. പാൻഡമിക്കിന് ശേഷം ഇപ്പോഴും ഒന്ന് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ ടൂറിസ്റ്റുകളെയും ചൈന ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ പോകുന്നത്, അതായത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുന്നവർ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല മറ്റോ ചൈന വഴി പോവുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യയിലുള്ള അതിൻ്റെ പൂർണ്ണമായിട്ടും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എയർ ഇന്ത്യ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, ഫുൾ ഫ്ലഡ്ജ് ആയിട്ടില്ല. അപ്പോൾ അതുമായിട്ട് പല ഇന്ത്യൻ ഇപ്പം ഇൻഡിഗോ ആണെങ്കിൽ തന്നെ ഇതേപോലുള്ള റൂട്ടുകളിലൊന്നും, കാരണം അവർ ബേസിക്കലി എക്കോണമി ക്ലാസ്സിലാണ്, അവരും വന്നു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ചൈനീസ് എയർലൈൻസ് ഈ റൂട്ടിൽ ഇന്ത്യൻ പാസഞ്ചേഴ്സിനെ താല്പര്യം. അപ്പോൾ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഖറ്റാർ എയർവേസിനെ, ഇറ്റിഹാദിനെ, എമിറേറ്റ്സിനെയും ഒക്കെയാണ്. അതിനകത്ത് ചൈന അത് കയറി പിടിക്കാൻ സാധ്യതയാണുണ്ട്. അതായത് ഫുൾ പാക്കേജ് അപ്പ് ഡൗൺ ടിക്കറ്റ് അമേരിക്കയ്ക്ക് ഇത്ര രൂപയുള്ളൂ, അവിടെ ഇത്ര രൂപയുള്ളൂ. പല രാജ്യങ്ങളും ഇത് കുറച്ച് കഴിയുമ്പോൾ ബേസിക്കലി ചൈനീസ് എയർലൈൻസ് ഡോമിനേറ്റ് ചെയ്യും. കാരണം അവർ ഈ എയർക്രാഫ്റ്റ് പാസഞ്ചേഴ്സിനെ പിടിക്കാൻ ഭയങ്കര സ്കീമൊക്കെ ഇടും. അതായത് അത് ഫ്ലൈ ചെയ്യുന്നവർക്ക് ഇത്ര രൂപയുണ്ട്, ഇത്രയേ ഉള്ളൂ കറൻസി.
അവർക്ക് എന്തൊക്കെയാണ് റിട്ടേൺ ടിക്കറ്റ് ഇത്രയും തരും. അതായത് വൺ സൈഡ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് റിട്ടേൺ ടിക്കറ്റ് ഇപ്പോൾ യു എസിനും ന്യൂയോർക്കിനും തന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അങ്ങോട്ടല്ലേ പോകത്തുള്ളൂ. കാരണം ഇവർ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര മിടുക്കനാണ് ചൈനീസ് എയർലൈൻസ്. കാരണം ഇന്ത്യൻ പാസഞ്ചർ, കാരണം ഇന്ത്യക്കാർ ഇത്രമാത്രം ഡയസ്പൊറ അത്രമാത്രം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് വേണ്ടി ചിലപ്പോൾ ചൈന അവർക്ക് വേണ്ടി അവിടെ 10-15 ദിവസം അവിടെ താമസിക്കാൻ വേണ്ടി ചിലപ്പോൾ ഫ്രീ ആയിട്ടുള്ള താമസം ഹോട്ടലും കൊടുക്കും. ഇതൊരു ചൈനീസ് മീഡിയ എഴുതിയേക്കുന്നതാണ് കേട്ടോ ഇത്. അതിന് സാധ്യതയില്ലാതില്ല. ചൈന വഴി ഫ്ലൈ ചെയ്യുന്ന ഒരാൾക്ക്, ഒരു പാസഞ്ചർക്ക്, അപ്പോൾ അവിടെ 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം, ഈ 10 ദിവസം ചൈനയിൽ ഫ്രീ ആയിട്ട് അവരുടെ ഹോട്ടലിൽ താമസിക്കാം. ആ എയർലൈൻസിൻ്റെ ഉത്തരവാദിത്വമാണ്. അവരെ അവിടെ കൊണ്ട് കറക്കാം. ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർ മുഴുവൻ അങ്ങോട്ടങ്ങ് പോകും. ഈ ഫ്രീ എന്ന് പറഞ്ഞ സാധനം ഈ ലോകത്താരും കളയത്തില്ലല്ലോ. ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം, പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട്സ് ചൈന ചെയ്യാൻ തീരുമാനിച്ചു. അതായത് മീഡിയ ആണെങ്കിലും തിങ്ക് ടാങ്ക് ആണെങ്കിലും, അതായത് പഴയ പോലെയുള്ള ചൈനീസ് വിസയുടെ റെസ്ട്രിക്ഷൻസ് എടുത്ത് മാറ്റും. ഇത് ചൈനയുടെ ഒരു വലിയ മാർക്കറ്റാണ് ഇന്ത്യ. അവൻ്റെ കയ്യിലിരിപ്പ് പോയത്. പക്ഷെ ഒരു കാരണവശാലും ഇന്ത്യ എന്ന് പറയും, മോദിയും BJP ഇന്ത്യയിൽ ഭരിക്കുവാണെങ്കിൽ അവർ അമേരിക്ക വിട്ടൊരു കളി കളിക്കത്തില്ല. കാരണം അമേരിക്കയാണ് ഇന്ത്യക്ക് ഏറ്റവും താല്പര്യമുള്ള രാജ്യം. കാരണം എപ്പോഴും, കാരണം ഏത് സമയത്താണ് ചൈന നമുക്കിട്ട് പണിയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് പല എക്സാമ്പിളുണ്ട്, പല ഉദാഹരണമുണ്ട്. കാരണം ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ ഭയം എന്ന് പറയുന്നത് ഈ ട്രംപ് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ അമേരിക്കയുമായിട്ടും ബന്ധപ്പെട്ട ജപ്പാൻ, മറ്റുള്ള പല രാജ്യങ്ങളുടെയും കമ്പനികളുടെ ഔട്ട്സോഴ്സിങ് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ചൈനീസ് എക്കോണമിയെ ബാധിക്കും. എന്താണ് ട്രംപ് എത്ര പെർസെൻറ്റേജാണ് ചൈനീസ് സാധനങ്ങൾക്ക് ടാരിഫ് കൊണ്ടുവരുന്നത്? അത് ചൈനയുടെ എക്കോണമിയെ ബാധിക്കും. ഇത് പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അഡീഷണലായിട്ട് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് കൂടുതൽ പ്രേമത്തിലോട്ട് വരുന്നൊരു ഉദ്ദേശ ലക്ഷ്യം, അവർക്കറിയാം ട്രംപ് അടി കൊടുക്കും. അപ്പം ഇന്ത്യയുമായിട്ടൊരു ബന്ധമുണ്ടാക്കി ആ ട്രേഡ് ഇപ്പോൾ ഏകദേശം നമ്മൾ ട്രേഡ് നടത്തുന്നത് ചൈന ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം 120 ബില്യൺ അടുപ്പിച്ചാണ് ചൈനീസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യ അങ്ങോട്ട് ചെയ്യുന്നത് 24-25 ബില്യണേ ഉള്ളൂ. ചൈനയ്ക്കാണ് കൂടുതൽ. അപ്പോൾ ചൈനയ്ക്ക് അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണം. അതായത് മോദി, ട്രംപും ഇന്ത്യയും തമ്മിലുള്ളൊരു ധാരണയായിട്ടുണ്ട്. അതായത് അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിൽ എടുക്കാം. ഞാൻ പറഞ്ഞ നേരത്തെ വിസ്കി, പോർക്ക്, ഇങ്ങനെയുള്ള സാധനം. ഇത് ചൈനയ്ക്ക് താല്പര്യമുണ്ട് ഈ പ്രോഡക്റ്റ്, അവരുടെ പ്രോഡക്റ്റ് ഇവിടെ നേരിട്ട് തരാൻ വേണ്ടി. ഇതാണ് ട്രേഡ് എന്ന് പറയുന്നത്. കാരണം എല്ലാം പണത്തിൻ്റെ ഗെയിമാണ്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സംഭവമൊന്നുമല്ല. അവൻ്റെ രാജ്യത്തിന് അടി കിട്ടുമെന്ന് പേടിയായി അവൻ ഇന്ത്യയുമായിട്ട് കയറിയെങ്കിലും ഊഹിക്കുക. പക്ഷേ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് ചൈന. നമ്മുടെ പാകിസ്ഥാനുമായിട്ടും മറ്റുള്ള രാജ്യങ്ങളും അവരെ എരികേറ്റി നമ്മളെ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് ചൈന. പക്ഷേ ഇങ്ങനെയുള്ള ഈ പുതിയ ഇക്വേഷനിൽ എത്ര നാളിത് പോയും നീണ്ടു നിൽക്കും എന്നുള്ളത് കണ്ടറിയാം. ഇന്ത്യക്ക് ഒരു രാജ്യങ്ങളായിട്ട് വിരോധത്തിൽ പോകാൻ താല്പര്യമൊന്നുമില്ല. സ്ഥിരമായി നമ്മളെ ചൊറിയുന്ന രാജ്യമാണ് പാകിസ്ഥാൻ, ഇസ്ലാമിക തീവ്രതയും പറഞ്ഞുകൊണ്ട്. അതേപോലെ അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് ചൈന. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ട്രംപിനോടുള്ള പേടി ചൈനയ്ക്ക് വളരെ സ്പഷ്ടമാണ്. ഏത് രീതിയിലായിരിക്കും ട്രംപ് നടപടിയെടുക്കാൻ പോകുന്നത്, ടാരിഫ് എത്രയായിരിക്കും, ഇതിനൊക്കെ ബേസ് ചെയ്ത് ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമില്ലാതെ മുന്നോട്ട് പോകാൻ പാടാണ്. ഇതാണ് ഈ സംഭവത്തെ, ഈ പറയുന്ന ബയലാറ്ററൽ ടോക്സിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.